ഭൂമിയിൽ സർവനാശത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്ന ഒരു ആണവ യുദ്ധമോ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു ദേശീയ ദുരന്തമോ ഉണ്ടായാൽ അമേരിക്കൻ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കും? ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ചുക്കാൻ പിടിക്കുന്നവർക്ക് അത്തരമൊരു സാഹചര്യത്തിൽ എവിടെയിരുന്ന് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്ന വിമാനം. ലോകം ഇതിനെ ഡൂംസ്ഡേ പ്ലെയിൻ അഥവാ അന്ത്യവിധി വിമാനമെന്ന് വിളിക്കുന്നു. കഴിഞ്ഞ 51 വർഷമായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ വിമാനം കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ ആകാശത്ത് പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഇതിലൂടെ ലോകത്തിന് എന്തെങ്കിലും പ്രത്യേക സൂചന നൽകുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയരുന്നത്. അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങളുടെ ഭണ്ഡാരത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ് ഈ വിമാനം. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന ആണവ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്തരമൊരു സാഹചര്യം വന്നാൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചത്. ഒരു ഭീമാകാരമായ പറക്കുന്ന കമാൻഡ് സെന്റർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. സാധാരണഗതിയിൽ നെബ്രാസ്കയിലെ സൈനിക താവളത്തിൽ അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന ഈ വിമാനം ഇപ്പോൾ വാഷിംഗ്ടണിന് അടുത്തുള്ള മെരിലാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 5 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഈ വിമാനം ഇത്തരത്തിൽ സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു നീക്കം നടത്തുന്നത് എന്നത് ഇതിൻ്റെ പിന്നിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ അന്ത്യവിധി വിമാനം എന്ന് വിളിക്കുന്നത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരു ആണവ സ്ഫോടനമുണ്ടായാൽ പുറപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ അല്ലെങ്കിൽ EMPകൾക്ക് ഏത് അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനത്തെയും നിമിഷനേരം കൊണ്ട് തകർക്കാൻ കഴിയും. എന്നാൽ ബോയിങ് E-4B ഈ പ്രഭാവത്തെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ അനലോഗ് സാങ്കേതിക വിദ്യയുടെ കൂടി പിന്തുണയോടെ നിർമ്മിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ ആണവ വികിരണങ്ങൾ ഏൽക്കുന്ന സാഹചര്യത്തിലും വിമാനത്തിനുള്ളിലെ കമ്പ്യൂട്ടറുകളും ആശയവിനിമയ ഉപാധികളും പ്രവർത്തനരഹിതമാകില്ല. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള അന്തർവാഹിനികളിലൂടെയും സൈനിക കേന്ദ്രങ്ങളുമായും ബന്ധപ്പെടാനുള്ള ശേഷി ഈ പറക്കുന്ന കോട്ടയ്ക്കുണ്ട്. സാധാരണയായി അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന എയർഫോഴ്സ് 1നേക്കാൾ കരുത്തുറ്റതും സങ്കീർണവുമാണ് നൈറ്റ് വാച്ച്. എയർഫോഴ്സ് 1 എന്നത് പ്രസിഡന്റിന്റെ യാത്ര ചെയ്യാനുള്ള ഒരു ആഡംബര വിമാനമാണെങ്കിൽ നൈറ്റ് വാച്ച് എന്നത് യുദ്ധം നയിക്കാനുള്ള ഒരു യുദ്ധക്കപ്പലിന് തുല്യമാണ്. ഇതിന് മുകളിൽ കാണുന്ന പ്രത്യേക ആകൃതിയിലുള്ള ഭാഗം ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമാണ്. ഇത് വിമാനത്തെ ദിവസങ്ങളോളം നിർത്താതെ ആകാശത്ത് പറക്കാൻ സഹായിക്കുന്നു. ഏകദേശം 100-ലധികം ഉദ്യോഗസ്ഥരെയും സൈനിക തലവന്മാരെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഓരോ മിനിറ്റിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും അതിനനുസരിച്ച് യുദ്ധതന്ത്രങ്ങൾ മെനയാനും സൗകര്യമുള്ള പ്രത്യേക ബ്രീഫിംഗ് റൂമുകളും കമാൻഡ് സെന്ററുകളും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള മടങ്ങിവരവിനോട് അനുബന്ധിച്ചാണ് ഈ വിമാനം വാർത്തകളിൽ നിറയുന്നത് എന്നത് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും ആഗോള സൈനിക നീക്കങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇത്തരമൊരു സൂചന നൽകുന്നത് വെറുതെയല്ല എന്ന് കരുതുന്നവരുണ്ട്. റഷ്യ-യുക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലും മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതകൾക്കിടയിലും തങ്ങളുടെ സൈനിക പ്രഹരശേഷിയും തയ്യാറെടുപ്പും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ കാണാം. ശത്രുരാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ ഈ അസാധാരണ നീക്കത്തെ വിലയിരുത്തുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ശീതയുദ്ധകാലത്തെ ഭീതിയുടെ നിഴലിലാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ പിറവിയെടുത്തത്. ഭൂമിയിലെ സകല കമാൻഡ് സെന്ററുകളും തകർക്കപ്പെട്ടാലും ആകാശത്തിരുന്ന് തിരിച്ചടി നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം വേണമെന്ന അമേരിക്കയുടെ വാശിയാണ് ബോയിങ് 747നെ പരിഷ്കരിച്ച് നൈറ്റ് വാച്ച് ആക്കി മാറ്റിയത്. ജനലുകളില്ലാത്ത കട്ടിയുള്ള ചില്ലുകളും വികിരണങ്ങളെ പ്രതിരോധിക്കുന്ന കവചങ്ങളും ഇതിനെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമാക്കി മാറ്റുന്നു. ആധുനിക കാലത്തെ യുദ്ധങ്ങൾ ഡിജിറ്റൽ യുദ്ധങ്ങളാണെങ്കിലും ആ സംവിധാനങ്ങളെയെല്ലാം തകർക്കുന്ന ഒരു അന്ത്യകാലത്ത് പോലും പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ വിമാനത്തിൻ്റെ സ്ഥാനമാറ്റം കേവലം സാങ്കേതികമായ ഒരു മാറ്റമായി കാണാൻ കഴിയില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ അധികാരം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇത്തരം പ്രതീകാത്മകമായ നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ സൈനിക നയങ്ങളിൽ മാറ്റം വരുന്നുവെന്നും ഏത് വലിയ വെല്ലുവിളിയെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇതിലും മികച്ച മറ്റൊരു ഉപകരണം ഭരണകൂടത്തിൻ്റെ പക്കലില്ല. 51 വർഷത്തിന് ശേഷം ഈ വിമാനം ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സുരക്ഷാ ഏജൻസികൾക്ക് സംഭവിച്ച ഒരു അബദ്ധമല്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണ്. അന്ത്യവിധി വിമാനത്തിൻ്റെ ഈ വരവ് ലോകത്തെ അറിയിക്കുന്നത് ശാന്തിയുടെ സന്ദേശമല്ല, മറിച്ച് സജ്ജമായിരിക്കുക എന്ന മുന്നറിയിപ്പാണ്.
ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും മനുഷ്യൻ ഇന്നും നാശത്തിൻ്റെ മുനമ്പിലാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പരമമായ ശ്രമമാണ് നൈറ്റ് വാച്ച്. എന്നാൽ ഇത്തരം വിമാനങ്ങൾ പറന്നുയരേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് മാനവരാശി ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിമാനം അതിൻ്റെ പൂർണ്ണമായ ദൗത്യവുമായി ആകാശത്തേക്ക് ഉയരുന്നത് ഭൂമിയിലെ സമാധാനം എന്നേക്കുമായി അവസാനിച്ചു എന്നതിൻ്റെ അടയാളമായിരിക്കും. ട്രംപിൻ്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.